റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവർ അധികാരമോഹികളാണ്, അതേപോലെ തന്നെ അവർ മുർത്തദ്ദുകളാണ്, കാഫിറുകളാണ്, അവർ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെതിരാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഇസ്ലാമിനെ പുറത്തു നിന്ന് തകർക്കാൻ കഴിയാത്ത ജൂതന്മാരായ ആളുകൾ അവർ ഇസ്ലാമിൻ്റെ ഉള്ളിൽ കയറിക്കൂടി. അവരാണ് ഷിയാക്കൾ എന്ന നികൃഷ്ട വിഭാഗം. ഈ ഷിയാക്കൾ ഇസ്ലാമിലേക്ക് കയറിക്കൂടി ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ നബി കുടുംബത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം നടത്തുകയുണ്ടായി. എന്താണ് നബി കുടുംബത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അധികാരം കിട്ടേണ്ടിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ നബി കുടുംബത്തിൽപ്പെട്ട പിതൃവിപുത്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. പക്ഷേ അബൂബക്കറും ഉമറും അത് തട്ടിയെടുത്തു. അതിൻ്റെ പേരിൽ അവർ കാഫിറുകളാണ്, അവർ നികൃഷ്ട ജന്മങ്ങളാണ്, അവർ നരകത്തിലാണ് എന്ന് ഈ ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നഊദു ബില്ലാഹി റളിയല്ലാഹു അൻഹുമാ. ആരെക്കുറിച്ചായി പറയുന്നത്? ലോകത്തിൻ്റെ രണ്ട് നേതാക്കളെക്കുറിച്ച്. ഈ ഉമ്മത്തിൻ്റെ റസൂലുള്ള കഴിഞ്ഞാൽ ഒന്നാം റാങ്കുകാരനെ കുറിച്ചും രണ്ടാം റാങ്കുകാരനെ കുറിച്ചും റളിയല്ലാഹു അൻഹുമാ വഅർളാഹുമാ, അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യമനിലുള്ള ഒരു ജൂതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സബ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഇസ്ലാം പടർന്നു പന്തലിക്കുകയാണ്. ലോകത്തെ പല രാഷ്ട്രങ്ങളും പല പ്രവിശ്യകളും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഇസ്ലാമിൻ്റെ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിന് ശേഷവുമൊക്കെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ അവർ തകർന്ന് തരിപ്പണമാവുകയും, കിസ്ര കൈസറിനെ പോലെയുള്ള പേർഷ്യൻ റോം, ഇതെല്ലാം ഇസ്ലാമിൻ്റെ കാൽക്കീയിൽ വന്നു. അവിടേക്ക് ഇസ്ലാം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം വലിയ ശക്തിയായി മാറി. ഇസ്ലാമിനെ പുറത്തു നിന്ന് വന്ന് യുദ്ധം ചെയ്ത് എതിർക്കാനും തകർക്കാനും സാധ്യമല്ല. കാരണം അവരുടെ അടുക്കൽ വിശ്വാസമുണ്ട്, അവരുടെ അടുക്കൽ എല്ലാമുണ്ട്. അത് മനസ്സിലാക്കിയ ശത്രുക്കൾ ജൂതന്മാർ, എക്കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ജൂതന്മാർ. ഇവർ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ കടത്തിവിടുകയാണ്. അതിൻ്റെ മുമ്പിൽ നിന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതൻ. അവൻ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനാണ് ഭരണം കിട്ടേണ്ടത്. ഫിത്നകൾ ഉണ്ടാക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും രംഗപ്രവേശം നടത്താൻ അവന് ശ്രമിച്ചിരുന്നു, പക്ഷെ സാധിച്ചിട്ടില്ല. സഹാബത്തിൻ്റെ കൂട്ടത്തിലെ സഹാബത്തിന് ഫിത്ന വരുന്നത്, പരീക്ഷണം വരുന്നത് തടുക്കുന്ന ഏറ്റവും വലിയ കോട്ടമാതിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. അതോടുകൂടി സഹാബത്തിൻ്റെ നേരെ ഫിത്നകൾ വരാൻ തുടങ്ങി. ഈ സഹാബത്തിനെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നു. അവരാരും അധികാരമോഹികളല്ല, അധികാരം കൊതിച്ചവരല്ല, അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചിട്ടില്ല. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു, ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എൻ്റെ സഹാബത്തിന് ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സബ്ബഹ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. എൻ്റെ സഹാബികളിൽ ഒരുവനെ, മുആവിയ റളിയല്ലാഹു അൻഹു മോശക്കാരനാണ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മോശക്കാരനാണ്, അതേപോലെ തന്നെ അബൂബക്കറും ഉമറും ഉസ്മാനും അവർ ചതിയന്മാരാണ്. ഇങ്ങനെ എന്തെങ്കിലും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഷിയാക്കൾ വിശ്വസിക്കുന്നത്, അവർ പ്രചരിപ്പിക്കുന്നത് ആയിഷ ബിബി വ്യഭിചാരിണിയാണ് എന്നാണ്. വ്യഭിചാരിണിയാണ് എന്നാണ്. ഈ ഉമ്മത്തിനെ തകർത്തവൻ, സഹാബത്തിനെ തകർത്ത ആളാണ്, ഒരുപാട് സഹാബികളെ കൊന്ന ആളാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചു വിടുന്നത്. അത് ഈ ഇടയായിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളും അതേപോലെ തന്നെയുള്ള ഗസയും ഫലസ്തീനുമൊക്കെ ഉള്ള ചർച്ചകൾക്കിടയിൽ ഈ ഷിയായിസം മെല്ലെ മെല്ലെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സബ്ബ അസ്ഹാബി, എൻ്റെ സഹാബികൾ ആരെങ്കിലും പഴി പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ, മോശം പറഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും സർവ്വ മലക്കുകളുടെയും സർവ്വ മനുഷ്യന്മാരുടെയും ശാപമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിൻ്റെ എഴുത്തുകാരനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. വഹി എഴുതി വെക്കുന്ന ശ്രേഷ്ഠനായ
ശ്രേഷ്ഠവാനായ സഹാബി, റസൂലുള്ള ഒരുപാട് ഫള് പഠിപ്പിച്ച സഹാബി. ഈ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ കുറിച്ചാണ് വ്യഭിചാരിണി എന്ന് പറഞ്ഞു നടക്കുന്നത്. ഈ ഷിയാക്കളുടെ ഫിത്നകൾ അവരെ ഇവിടെ പാർപ്പിക്കാനും അവർക്ക് ഇവിടെ സ്ഥിരതാമസമാക്കാനും ഇവർക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയിലും മുസ്ലിമീങ്ങൾക്കിടയിലും വേരോടാനുള്ള പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. മതരാഷ്ട്രവാദക്കാരാണ് അവർ. ഷിയാക്കളും ഈ മതരാഷ്ട്രവാദക്കാരും ഒരേ അജണ്ടയിലുള്ളതാണ്. അവർക്ക് രണ്ടു കൂട്ടർക്കും മതരാഷ്ട്രം വേണം. മതത്തിനോട് കൂറില്ല, പക്ഷെ മതരാഷ്ട്രം വേണം എന്ന് പറയുന്ന ആളുകളാണ്. ഇതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു ലൈക്ക് അടിച്ചാൽ, നമ്മളൊരു ഷെയർ അടിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സഹാബത്തിനെ കാഫിറാക്കി പറയുന്ന ആളുകൾ, മോശം പറയുന്ന ആളുകൾ, അവർ ശപിക്കപ്പെട്ടവരാണ്, അള്ളാഹിന്റെ ശാപം കിട്ടിയവരാണ്, സർവ്വ മലക്കുകളും ശപിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മളതിൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിന് അന്ന് ഈ ജൂതന്മാരുണ്ടാക്കിയ, അതേപോലെ തന്നെ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ ഫിത്നയിൽ അവിടെ പല സംഭവങ്ങളും സഹാബത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അതിൽ നിരപരാധികളായിരുന്നു എന്നുള്ളതും തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളതും നമുക്ക് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഈ ഷിയാക്കളായിട്ടുള്ള ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്ത് അംഗീകരിക്കാത്ത ആൾക്കാരാണ്. ഞാൻ സൂചിപ്പിച്ചു. അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിൽ, ശുദ്ധ കൃതിയിൽ അവർ പറഞ്ഞത്, അബൂബക്കറിന്റെയും ഉമറിന്റെയും സംഘത്തിൽ അണിരുന്ന് അവരെ അധികാരത്ത് കയറ്റാനും അവരുടെ സംഘത്തിൻ്റെ ആളുകളായും ഭരണ താല്പര്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി പങ്കെടുത്ത ചില ആളുകളുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, അവർ കാഫിറുകളാണ്. എന്നാൽ ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും എതിർക്കുകയും അവരെ താഴെയിറക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത ആളുകളാണ് യഥാർത്ഥ സഹാബികൾ. ബാക്കി എല്ലാവരും കാഫിറുകളാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ആരെക്കുറിച്ചായി പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട സഹാബികളെല്ലാം. അതുകൊണ്ട് ഷിയാക്കൾ പഠിപ്പിക്കുന്നത് എന്താ? ഞങ്ങളുടെ മഹദി വരാനുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മഹദി വരാനുണ്ട്. അതല്ല ഷിയാക്കളുടെ മഹദി. ഞങ്ങളുടെ മഹദി വന്നിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഞങ്ങളുടെ കാൽക്കീയിൽ വരും. നേരെ ചെല്ലുന്നത് മക്കയിലേക്കും മദീനയിലേക്കുമാണ്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും പൊളിക്കും. മസ്ജിദുൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ മാന്തിയെടുക്കും, മൃതദേഹം മാന്തിയെടുക്കും. എന്നിട്ട് ഞങ്ങൾ അവരോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങളുടെ അലിയുടെ ഖിലാഫത്ത് അംഗീകാരം നിങ്ങൾ തട്ടിയെടുത്തു? ഭരണാധികാരം നിങ്ങൾ എന്തുകൊണ്ട് തട്ടിയെടുത്തു എന്ന് ചോദിക്കുകയും അവരെ കരിക്കുകയും അതേപോലെ തന്നെ അവരെ ഞങ്ങൾ കാറ്റിൽ, ആ ചാരം കാറ്റിൽ പറത്തിവിടുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അവരാണ് ഇന്ന് ഇറാൻ ഭരിക്കുന്നത്. അവരാണ് ഇന്ന് ലോകത്തെ പല ഇറാഖും അതേപോലെ തന്നെ ലബനാനും അതേപോലെ തന്നെ യമനും ഭരണം നടത്തുന്നത്, ഭരണം കൈയാളുന്നത്, നിയന്ത്രിക്കുന്നത്. അഹ്ലുസുന്നയുടെ ശത്രുക്കളാണ് അവർ. മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നയെ, സുന്നി മുസ്ലിമീങ്ങളെ നമ്മളെ കൊല്ലുന്നത് സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്ന, പുണ്യകരമാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് ഷിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കണം, അവർക്ക് എങ്ങനെ സഹോദരന്മാരെ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ സാധിക്കും? കാരണം ജൂതൻ്റെ മറ്റൊരു പാർട്ടിയാണ്. ജൂതനാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ സഹാബത്തിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് വിലരിൽ എണ്ണാകുന്ന സഹാബികൾ ഒഴികെ ബാക്കി എല്ലാവരും കാഫിറുകളാണ്. നോക്കൂ, അവരുടെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, റിജാജുൽ കശി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവരുടെ ഇമാമ് പറയുന്നു അത്രേ, കാനന്നാസു അഹ്ലുർ റിദ്ദ ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി ബഅദൻ നബി ഇല്ലാ സലാസ. റസൂലുള്ളാഹിന്റെ ശേഷം എല്ലാ സഹാബികളും മുർത്തദായി, മതത്തിൽ നിന്ന് പുറത്തുപോയി. 3 ആളുകൾ ഒഴികെ, സഹാബികളിൽ 3 ആളുകൾ അവർ മുർത്തദായിട്ടില്ല. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മനി സലാസ, ആരാണ് 3 ആളുകൾ? ഫഖാല അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ്, അബൂ ദർറുൽ ഗഫാരി, സൽമാനുൽ ഫാരിസി. ഈ 3 സഹാബികളൊഴികെ ബാക്കി എല്ലാ സഹാബികളും കാഫിറാണ്, റസൂലുള്ളാഹിക്ക് ശേഷം കാഫിറുകളാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് മാത്രമല്ല, ഇവരുടെ 12 ഇമാമിങ്ങൾ, അവർ വിശ്വസിക്കുന്ന 12 ഇമാമിങ്ങൾ, ഈ 12 ഇമാമിങ്ങൾ പ്രവാചകന്മാരെക്കാളും മലക്കുകളെക്കാളും ശ്രേഷ്ഠന്മാരാണ് എന്നാണ്. അഹ്ലുസുന്നക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ?
ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ആരാണ്? മുർസലീങ്ങളാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ ശ്രേഷ്ഠത ആരും പറയാതെ തന്നെ നമുക്കറിയാം. എന്നാൽ ഇവരുടെ ഇമാമിങ്ങൾ മലക്കുകളെക്കാളും അതേപോലെ തന്നെ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠമാണ്. യഖൂലുൽ ഖുമൈനി, ഇവരുടെ നേതാവ്, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇറാൻ പിടിച്ചടക്കുന്നതിലൂടെ സുന്നികളുടെ രാജ്യമായ ഇറാൻ വിപ്ലവത്തിലൂടെ പിടിച്ചടക്കി പല പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടു കൂടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെയാണ് ഇറാനിൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. അത് സുന്നത്താണ്, അത് പുണ്യകർമ്മമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ ഖുമൈനി പറയുകയാണ്, യഖൂലു ഇന്ന അഇമ്മതനാ ബലഗു മൻസിലതൻ മാ ബലഹാ മലക്കുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ. അല്ലാഹുവിൻ്റെ അടുപ്പക്കാരായ മലക്കുകളും അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരായ പ്രവാചകന്മാരും എത്താത്ത, അവർക്കെത്താൻ പറ്റാത്ത അതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് നമ്മുടെ ഇമാമിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, ഇവരെക്കുറിച്ച് സർവ്വ പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ സർവ്വ പണ്ഡിതന്മാരും പറഞ്ഞു ഇവർ കാഫിറുകളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയും നരകത്തിൽ കിടന്ന് പിടക്കുന്ന ആൾക്കാരെന്ന് അവർ വിശ്വസിക്കുന്നത്. നികൃഷ്ട ജന്തുക്കളെക്കാൾ വൃത്തികെട്ട ആളുകളാണ് ഈ പറയപ്പെട്ട സഹാബികളെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇവരെ കുറിച്ച് പറഞ്ഞു ഇവർ കാഫിറുകളാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഈ പറയപ്പെട്ട ആളുകൾ നല്ല തലപ്പാവും തൊപ്പിയും ഒക്കെ ഇട്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കോലത്തിൽ അവരുടെ ഫോട്ടോസും അവരുടെ വീഡിയോസും ഒക്കെ വരുമ്പോൾ അറബി ഭാഷ നമുക്കൊരു പക്ഷെ അറിയുന്നില്ല എന്താണ് ഇവർ പറയുന്നത്, എന്താണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് എന്ന്. ഇവർ ഫലസ്തീനിന്റെയും മുസ്ലിമീങ്ങളുടെയും ഖുദ്സിന്റെയും ഒക്കെ വിമോചകന്മാരായി ഇവരെ വാഴ്ത്തപ്പെടുമ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്രയധികം അഥവാ അഹ്ലുസുന്ന വൽ ജമാഅയെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച്, നമ്മെപ്പറ്റി സുന്നി മുസ്ലിമീങ്ങളെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത്, അവരല്ലാത്ത ഏത് മുസ്ലിമീങ്ങളെയും കുറിച്ച് അവർ വിശ്വസിക്കുന്നത് എന്താ? അവർ വിശ്വസിക്കുന്നത് മതനിഷേധികളും മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, സുന്നി മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ മതനിഷേധികളും നജസുകളും ജൂത ക്രിസ്ത്യാനികളെക്കാൾ നികൃഷ്ടരുമാണ്. അവർ പഠിപ്പിക്കാം, അവരെ തൊഹാറത്ത് പഠിപ്പിക്കുന്ന അഥവാ അവരുടെ ഫിഖ് പഠിപ്പിക്കുന്ന, കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അശുദ്ധി ഏതൊക്കെയാണെന്ന് പഠിപ്പിക്കുകയാണ്. അതാണല്ലോ ഏതൊക്കെ അശുദ്ധി, എപ്പോഴൊക്കെ ഓതെടുക്കേണ്ടത്, തൊട്ടാൽ അശുദ്ധിയാകുന്നത് ഏത് എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ പഠിപ്പിക്കുകയാണ്. എന്ത്? അബൂബക്കറും ഉമറും ഉസ്മാനും അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീബിയും ഹഫ്സ റളിയല്ലാഹുവിനും ഒക്കെ നജസ്സുകളാണ്. നജസ്സാണവർ, നരകത്തിന്റെ അവകാശികളാണവർ, ശപിക്കപ്പെട്ടവരാണവർ, കാഫിറുകളാണവർ. പക്ഷെ അവരെ എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? എന്നാൽ അവരെ തൊട്ടാൽ ഒതുടുക്കേണ്ട ആവശ്യമില്ല, തൊട്ടാൽ ഒതുടുക്കേണ്ട ആവശ്യമില്ല. ആളുകൾ എന്താണ്? ഇവരെന്താണ്? നജസാണ്. ഇവരെ പ്രധാനപ്പെട്ട ഫിഖ് ഗ്രന്ഥത്തിൽ, ഫിഖ് പഠിപ്പിക്കുന്ന കിതാബ് ത്വഹാറയിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത്രയധികം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനെയും അതേപോലെ തന്നെ മുൻഗാമികളായ സലഫു സ്വാലികളെയൊക്കെ ഇത്ര മോശമായിക്കൊണ്ട് അഹ്ലുസുന്നയുടെ കാവൽക്കാരായ സഹാബികളെക്കുറിച്ച്, ദീന് നമുക്ക് കിട്ടിയ സഹാബത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് സഹോദരന്മാരെ ഈ ഇറാനിലും ഇറാഖിലും സിറിയയിലും യമനിലൊക്കെ എത്രയാണ് അവർ കൊന്നടക്കിയിട്ടുള്ളത്? യമനിൽ നിന്നും ഹറമുകളിലേക്ക് ബോംബ് വർഷിക്കുന്നത്. ഞങ്ങൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയപ്പെടുന്ന ആളുകൾ ഒരിക്കലും ഇസ്രായേലിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആഭ്യന്തരമായുള്ള ചില പ്രശ്നങ്ങളാണ്, മതത്തിൻ്റെ പേരിലല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെയാണ് അവർ നാടുകൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി അവർ കൊന്നൊടുക്കിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ പല രാജ്യങ്ങളിലേക്കും ഇവരുടെ പീഡനം കാരണം പലായനം ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ജൂതന്മാരുടെ ശത്രുക്കളാണ് എന്നൊക്കെ ഇറാൻ പറയുള്ളൂ. പക്ഷേ ഇറാനിൽ എത്ര ആളുകൾ ജൂതന്മാരായിട്ടുള്ള ആളുകളുണ്ട്? ജൂതന്മാർക്ക് അവരുടെ സിനഗോഗുകളുണ്ട്, അവരുടെ പ്രാർത്ഥനാലയങ്ങളുണ്ട്, അവർ സമാധാനപരമായി ഇറാനിൽ ജീവിക്കുന്നു. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളുടെ സംരക്ഷകരാണ് എന്ന് പറയുന്ന ഇറാനിൻ്റെ പ്രധാന പട്ടണങ്ങളിൽ ഒറ്റ മുസ്ലിം പള്ളി പോലുമില്ല. കാരണം സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഇസ്ലാമിൻ്റെ മിത്രങ്ങളാകാൻ സാധിക്കും?
ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഇസ്ലാമിൻ്റെ മിത്രങ്ങളാകാൻ സാധിക്കും? എന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അവർ ഷഹീദുകളാണ് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരം നടത്തണം. ഹിസ്ബുള്ളയുടെയൊക്കെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ മുമ്പിൽ നിന്ന കമാൻഡറായിട്ടുള്ള ഒരുത്തൻ കൊല്ലപ്പെട്ടപ്പോൾ അയാൾ ഷഹീദാണ്. അയാൾ ഇസ്ലാമിൻ്റെ ഷഹീദാണ്. ആര് ഇസ്ലാമിൻ്റെ ഷഹീദ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കാഫിറുകളാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അധികാരം കട്ടെടുത്തവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. 3, 4 അല്ലെങ്കിൽ ചിലർ 10-ൽ താഴെ സഹാബികളല്ലാത്തവരൊക്കെ കാഫിറുകളാണ്. നമ്മുടെ ഉമ്മമാർ, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ വ്യഭിചാരിണികളാണ്. അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളായ ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്ന് ആയത്തിറക്കി ഈ പറയുന്ന മുനാഫിക്കുകളായ ആളുകളെ എതിർത്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി. നോക്കണം നിങ്ങൾ, ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട്. എന്നിട്ട് ഈ ഖുർആനെ നിഷേധിക്കുന്നു. ഇവരുടെ വാദം എന്താണ്? ഇവരുടെ വാദം സഹാബത്ത് ഖുർആൻ തിരിമറി നടത്തിയവരാണ്. സഹാബത്ത് ഖുർആൻ തിരിമറി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് അല്ലെങ്കിൽ ഖുർആൻ അത് യഥാർത്ഥ ഖുർആനല്ല. പിന്നെ ഏതാണ് യഥാർത്ഥ ഖുർആന്? ഞങ്ങളുടെ അടുക്കൽ ഒരു ഖുർആനുണ്ട്. ആ ഖുർആനിൻ്റെ പേര് മുസ്ഹഫ് ഫാത്തിമ എന്നാണ്. ആ മുസ്ഹഫിൽ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്ന ഖുർആനിൽ 17000 ആയത്തുകളുണ്ട്. നമ്മുടെ ഖുർആനിൽ എത്ര ആയത്തുകളുള്ളത്? 17000 ആയത്തുകൾ ഉണ്ടായിരുന്നു. അലിയുടെ പേരിൽ അതിൽ എന്തുണ്ട്? സൂറത്തുണ്ട്. അലി എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. നബി കുടുംബത്തിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് ആയത്തുകളുണ്ട്. ഇതൊക്കെ ഈ കള്ളന്മാരായ സഹാബികൾ, മുനാഫിക്കുകളായ സഹാബികൾ ഒക്കെ എഡിറ്റ് ചെയ്തു മാറ്റി. ആ ഖുർആനായി ഈ ഖുർആന് യഥാർത്ഥത്തിലുള്ള മുസ്ഹഫ് ഫാത്തിമ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നവിടെ വിശ്വസിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെയും അള്ളാഹിൻ്റെ കലാമിനെ അടക്കം അവിശ്വസിക്കുന്ന ആളുകൾ അവർ കാഫിറുകളാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അതേപോലെ തന്നെ മഹാ ആധുനികരും മുൻഗാമികളും ഒക്കെ ആയിട്ടുള്ള പണ്ഡിതന്മാർ അവിടെ പഠിപ്പിക്കുകയാണ്. ഇത്രയധികം സഹാബത്തിനെ കുറ്റം പറയുന്ന, നിഷേധിക്കുന്ന ആളുകൾ കാഫിറുകളാണ്, അവർ ദീനിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന സമയത്തും നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ മിത്രങ്ങൾ ആരാണ്? ഇസ്ലാമ രാജ്യങ്ങളുടെ മിത്രങ്ങൾ ആരാണ്? മുസ്ലിമീങ്ങളുടെ, നമ്മുടെ സഹോദരന്മാരായ പ്രിയപ്പെട്ട ഫലസ്തീനികളുടെ, ഗസ നിവാസികളുടെ, അവർക്ക് ഈ ഗതി കൊടുത്തു വെച്ച ആളുകൾ ആരാണ്? അവർ തകർന്നില്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജൂതനെ പോലെ ഇവരും ഉണ്ട്, യാതൊരു സംശയവുമില്ല. അവർ ഇന്ന് വീട് നഷ്ടപ്പെട്ടവരാണ്, നാട് നഷ്ടപ്പെട്ടവരാണ്, ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടവരാണ്. ഒരു റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി 10000 ആളുകൾ തിരക്ക് കൂട്ടുകയാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റും ചെയ്യാൻ പറ്റുന്ന വിദേശ രാജ്യങ്ങളിലും അതേപോലെ തന്നെയുള്ള രാജ്യങ്ങളിൽ ഉള്ള ആളുകൾ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് നമ്മുടെ സഹോദരന്മാരാണവർ, നമ്മുടെ ഉമ്മമാരാണവർ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരാണ്? ഇസ്ലാമിനെ കാലങ്ങളായി റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലം മുതൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഈ പറയപ്പെട്ട ജൂതന്മാരെയും അതേപോലെ തന്നെ ഷിയാക്കളായിട്ടുള്ള ആളുകൾ ഇന്ന് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ അവർ നമ്മുടെ മുസ്ലിമീങ്ങളെ സഹായിക്കും എന്ന് നമ്മൾ ആരും ധരിച്ചു വശാകേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്.